ബസ് യാത്രക്കിടെ വീട്ടമ്മയുടെ മാല കവർന്ന സ്ത്രീകളെ സഹയാത്രികർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. അറസ്റ്റിലായ തമിഴ്നാട്ടുകാരായ യുവതികൾ സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതികളാണ്. അടൂർ ഡിപ്പോയിൽ നിന്ന് തിരുവല്ലയ്ക്കുള്ള KSRTC ബസ്സിലായിരുന്നു മോഷണം. പന്തളം മെഡിക്കൽ മിഷൻ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുളക്കുഴയിലെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ജിജി. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുത്തപ്പോഴാണ് മാല നഷ്ടപ്പെട്ട കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ കണ്ടക്ടറെ വിവരമറിയിച്ചു. കൂടെ യാത്ര ചെയ്ത രണ്ടുപേരെ സംശയമുണ്ടെന്ന് ജിജി പറഞ്ഞതോടെ മറ്റു യാത്രക്കാരും കണ്ടക്ടറും ചേർന്ന് ഇരുവരെയും തടഞ്ഞു നിർത്തി. പരിശോധനയിൽ ഇവരുടെ ബാഗിൽ നിന്നു തന്നെ മാല കണ്ടെത്തി. തുടർന്ന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ബസ് ചെങ്ങന്നൂർ KSRTC ഡിപ്പോയിലെത്തിയപ്പോഴേക്കും പോലീസും അവിടെ എത്തി. തൂത്തുക്കുടി കോവിൽപ്പെട്ടി സ്വദേശികളായ 30-കാരി ലക്ഷ്മിയെയും 32-കാരി സിന്ധുവിനെയും കസ്റ്റഡിയിലെടുത്തു. ഇറങ്ങിയപ്പം എന്റെ കഴുത്ത മാലയുണ്ട്. ബസ്സിന്റെ ഡോറിന്റെ അവിടെ ആയപ്പോൾ കഴുത്തിൽ തിരുമ്പോ ഇങ്ങനെ നോക്കിയപ്പോൾ ഇല്ല. ഞാൻ എന്റെ മാലയിൽ പോലെ തിരിഞ്ഞു വന്നപ്പോൾ ഇവർ പറയാം അതാ കിടക്കുന്നത്. അപ്പോൾ ഈ താഴെ ഈ മാല കിടപ്പുണ്ട്. രാവിലെയാണ് ലക്ഷ്മിയും സിന്ധുവും കോവിൽപ്പെട്ടിയിൽ നിന്ന് കായംകുളത്തെത്തിയത്. അവിടെ നിന്ന് ബസ്സിൽ അടൂരിലേക്ക് വന്നു. തുടർന്നായിരുന്നു KSRTC ബസ്സിൽ വെച്ച് മാല മോഷണം. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുവർക്കുമെതിരെ 10-ലധികം കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.